I'm about to go off like a weapon. Fuel to the top, got a filled up engine. In my thoughts, obsession. I will not stop, no, I'm never second guessing. I got a God complex. Haters love to hate, but I never feel pressed. Got a lot on my plate, but I... ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു 5.1 ആംപ്ലിഫയർ ആണ്. ഇതൊരു ജോൺ ബാരൽ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഹോം തിയേറ്റർ നമ്മൾ പൊളിച്ച്, അതായത് അഴിച്ച് അതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളൊരു ക്യാബിനകത്ത് കയറ്റി വെച്ചിരിക്കുകയാണ്. അത് അതിൻ്റെ കസ്റ്റമറിന് അങ്ങനെ വേണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തെടുത്തതാണ്. ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ചാനൽസായിട്ട് വരുന്നത് TDA 2030 IC ആയിരുന്നു വന്നിരുന്നത്. സബ്വൂഫറിന് വേണ്ടിയും TDA 2030 IC തന്നെ ബ്രിഡ്ജ് ചെയ്ത് ഉപയോഗിച്ചിരുന്നൊരു ബോർഡായിരുന്നു. നമ്മൾ അതിൻ്റെ ആ ഒരു സെക്ഷൻ മാറ്റിയിട്ട് നമ്മളൊരു 150 വാട്ടിൻ്റെ ഒരു ബോർഡും കൂടെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സബ്വൂഫറിന് വേണ്ടി മാത്രമായിരുന്നു നമ്മൾ ഈ ഒരു 150 വാട്ട് ഇട്ടിരിക്കുന്നത്. ചാനലെല്ലാം പഴയ 2030 IC തന്നെ വരുന്നത്, ഏകദേശം ഒരു 20 വാട്ട്സ് RMS വരുന്നതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടെയുള്ള, അതായത് ആ ഹോം തിയേറ്ററിനോടുള്ള അതേ സ്പീക്കേഴ്സ് തന്നെയാണ് ഇവരിതിലും കണക്ട് ചെയ്ത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ അവർക്ക് ഓക്കെ ആയിരുന്നു. സബ്വൂഫർ മാത്രം ഒരു 10 ഇഞ്ചിൻ്റെ സബ്വൂഫറാണ് ഇവർ ലോഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് പാനൽ നമ്മളൊരു തമിഴ് ചാനലിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ചെയ്തെടുത്തൊരു ഡിസൈനായിരുന്നു. അപ്പം ഇനിയിപ്പോൾ നമുക്ക് താമസിക്കുന്നില്ല, നേരെ ആംപ്ലിഫയറിൻ്റെ ഡീറ്റെയിലോട്ട് കിടക്കാം. ഫ്രണ്ട് പാനൽ നമ്മൾ ചെയ്തിരിക്കുന്നത് മാറ്റിലല്ല, ഗ്ലോസിയിൽ തന്നെ. 2 കളർ നമ്മൾ ഗ്ലോസിയിലായിരുന്നു ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബ്ലാക്ക് കളർ പവർ സ്വിച്ചാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. പിന്നീട് വരുന്നത് ഒരു എൻകോഡർ കൊടുത്തിട്ടുണ്ട്. അതിലെ നോബും നമ്മൾ അക്രലിക് വഴി ചെയ്തെടുത്ത ഒരു നോബായിരുന്നു. ഈ ഒരു ഡിസ്പ്ലേ യൂണിറ്റും ജോൺ ബാരൽ കമ്പനിയുടെ തന്നെയാണ്. അത് നമ്മൾ കൂളിങ്ങിലോട്ട് കയറ്റിയപ്പോഴത്തേക്ക്, അതായത് ഡയലി കയറ്റിയപ്പോഴത്തേക്ക് ഈ ഒരു ലുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു USB സ്ലോട്ട്, പിന്നെ 2 മൈക്കുകൾ. ഈ മൈക്കിൻ്റെ ഓപ്ഷനും ആ ഒരു ഹോം തിയേറ്ററിൽ ആൾറെഡി ഉണ്ടായിരുന്നു, അത് നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. പിന്നീട് കുറച്ച് എഴുത്തും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പാനലിൽ, ഒരു ഭംഗിക്ക് വേണ്ടി കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഫ്രണ്ട് പാനലിൽ വന്നിരിക്കുന്നത്. ഇതിലൂടെ ബട്ടൺ ഉണ്ടായിരുന്നു, മൈക്രോ സ്വിച്ചുകളൊക്കെ, അത് പോസ് ചെയ്യാനും നെക്സ്റ്റ് അടിക്കാനൊക്കെ ഉള്ളത്. ആ ബട്ടൺസ് എല്ലാം നമ്മൾ ഇതിനകത്ത് ഒഴിവാക്കി ഫുള്ളി റിമോട്ട് യൂസ് ചെയ്യുന്ന രീതിയിലോട്ടാക്കിയായിരുന്നു. പിന്നീട് ഇതിൻ്റെ ഇൻസൈഡിലെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. കാരണം വെച്ചാൽ നിങ്ങൾക്കറിയാം, ഒരു ഹോം തിയേറ്റർ പൊളിച്ചെടുക്കുമ്പോൾ അതിന് എന്തുമാത്രം വൃത്തി കാണും. മാക്സിമം വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ എങ്കിലും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നീട് ഇതിനകത്ത് നമ്മൾ ഒരു ട്രാൻസ്ഫോമർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 36 ഏകദേശം ഒരു 4 ആംപിയർ, മാക്സിമം ഒരു 4 ആംപിയർ കിട്ടത്തതേ ഉള്ളൂ. ആ രീതിയിലുള്ള ട്രാൻസ്ഫോമർ നമ്മൾ ആഡ് ചെയ്തായിരുന്നു. പിന്നീട് സബ്വൂഫറിൻ്റെ ബോർഡായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് മെഗാടെക്കിൻ്റെ ബോർഡാണ്. 2 ട്രാൻസ്ഫർ വരുന്നത്. ആ ഒരു ബോർഡിൽ നമ്മൾ ഏകദേശം ഒരു 45 വോൾട്ട് DC ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒരു 10 ഇഞ്ച് സബ്വൂഫറിനൊക്കെ ഇത് ധാരാളമായിട്ട് ഈ ഒരു സ്പെക്ക് മതി നല്ല പെർഫോമൻസിൽ നിൽക്കാൻ. പിന്നീട് ഈ ഒരു ആംപ്ലിഫയറിൽ നമ്മൾ ബനാന സോക്കറ്റുകളൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. നോർമൽ സ്പീക്കർ സോക്കറ്റ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം അതിൻ്റെയൊക്കെ ആവശ്യം വരുന്നുള്ളൂ. 10 ഇഞ്ചിൻ്റെ ഒരു ബനാന സോക്കറ്റ് ആകാമായിരുന്നു, പക്ഷേ അതും കൂടെ വരുമ്പോഴത്തേക്ക് പ്രൈസ് നല്ല രീതിയിൽ കയറുമല്ലോ. അതുകൊണ്ട് നോർമൽ സ്പീക്കർ സോക്കറ്റ് തന്നെ എല്ലാത്തിലും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയൊക്കെ ഡീറ്റെയിൽസേ ഉള്ളൂ ഈ ഒരു ആംപ്ലിഫയറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. വളരെ ഒരു ചെറിയ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചുരുക്കമാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.